എന്തോ അതാ വരുന്നേ മോളൂസേ. ആരാ വിളിക്കുന്നത് നോക്കിയടാ. ആരോ വിളിക്കുന്നല്ലോ. ആരാ വിളിക്കുന്നേ? ഒന്ന് പോയി നോക്കടാ. ഇപ്പോൾ ഭയങ്കര മഴയും വരുന്നു. ഒന്ന് പോയി നോക്കുമ്പോഴത്തെ ആരാ വിളിക്കുന്നത്? ചെല്ലടാ, ചെല്ലമ്മത്തെ കഷ്ടമുണ്ട്. അതെ അമ്മേ, പിന്നെ ആരും മൈക്രോ ഫിനാൻസുകാരാ. ഞാൻ എന്തോ പറയണം അവരുടെ അടുത്ത്. എന്തോ പറയണം അവരുടെ അടുത്ത്. മുത്തൂറ്റാ ആ മൈക്രോ ഫിനാൻസ്. നമ്മ ലോൺ എടുത്തില്ലായിരുന്നോ? ആ മൈക്രോ ഫിനാൻസുകാരാ. ഞാൻ എന്തുവാ പറയണ്ടത് അമ്മേ? പറ അമ്മ പറ. അവരിങ്ങോട്ടെങ്ങാനും വന്ന് എന്തോ ഈ പൈസ ഉണ്ടോ കൊടുക്കാൻ? ആരോടെങ്കിലും വിളിച്ചു ചോദിക്കും വല്ലതും തരുമോന്ന്. അല്ലേ വല്ല ജോലിക്ക് ഇറങ്ങിപ്പോണം. ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നാൽ പറ്റത്തില്ല. എന്തായാലും അമ്മ വിളിച്ചു ചോദിച്ചിട്ട് പറ. ഞാനേ അപ്പോഴത്തേക്ക് പറയാൻ പോയിട്ട് പിന്നെ വരാൻ പറയാം. എന്താ അമ്മ ഇവിടെ ഇല്ലെന്നാ പറഞ്ഞു. അപ്പോൾ പോയിട്ട് പിന്നെ വരാൻ പറയാം. എന്താ അതുപോരെ? അപ്പം അമ്മ അവിടെ ഇരി, ഞാൻ നോക്കട്ടെ അവർ പോയോന്ന്. അമ്മേ അവർ പോയി കേട്ടോ. ഇനി എന്തോന്ന് വെച്ചാൽ എവിടെയെങ്കിലും പൈസ ഒപ്പിയിടും, അല്ലെ എന്തോലും ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറയാൻ പോയിട്ട് തിരിച്ചു വരാൻ പറയാം കേട്ടോ. എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. അപ്പുറത്തേ ഒരു ജോലി ഉണ്ടെന്ന് പറയാനില്ല, അവിടെ പോയി ചോദിച്ചേ ജോലിയൊക്കെ ചെയ്ത് പൈസ കൊടുക്കാം. അല്ല എന്തോ ചെയ്യുന്നു, എന്തോ ചെയ്യാനോ വിധി ഇതായിപ്പോയി അല്ലയോ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഞാനത് പോയി നോക്കട്ടെ. നിങ്ങളുടെ ഉച്ചയാകുമ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറുന്ന ആത്മഹത്യ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴേ ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി ചോദിക്കാം, അവരോട് പോയി ചോദിക്കാം. എന്തായാലും ഈ മീൻകറി ഒന്ന് റെഡിയാക്കണം. മീൻകറി വെച്ചിട്ട് പിന്നെ നീ അത് പോരെ നിങ്ങൾ ഇറക്കണമെങ്കിൽ. മീൻകറി ഒന്ന് റെഡിയാക്കിയിട്ടേ ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം. എന്താ മീൻകറി ഇപ്പോൾ റെഡിയാവും. റെഡിയായിട്ട് ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ വരേ. എന്താ അത് പോരെ? അതുവരെ എന്തായാലും നിങ്ങളൊന്ന് പിടിച്ചു നിർത്തണം കേട്ടോ. നാളെ സ്കൂളിൽ പോകേണ്ട ദിവസമല്ലേ, എന്തോലും മേടിക്കാൻ വേണ്ടേ. എല്ലാം കൂടെ ഞാൻ എന്തായാലും നോക്കട്ടെ. നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യും. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ വരാം.